Hello, dear students. Welcome to Phoenix Technos. Industries Extension Officerന്റെ മാത്തമാറ്റിക്സ് സിലബസ് കാൽക്കുലസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ റിയൽ വാല്യൂസ് ഓഫ് എക്സ് ദ മിനിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ പവർ എക്സ് പ്ലസ് എക്സ്പൊണൻഷ്യൽ പവർ മൈനസ് എക്സ് ഈസ്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ഇ റേസ് ടു പ്ലസ് എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ ആണ്. ഈ ക്വസ്റ്റ്യൻ രണ്ട് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. ബേസിക് മെത്തേഡ് നമുക്കറിയാം എന്താണ്? ബൈ യൂസിങ് ദ കാൽക്കുലസ് മെത്തേഡ്. ഒരു ഫംഗ്ഷൻ മാക്സിമം മിനിമം ഒക്കെ അറിയണമെങ്കിൽ ആ പർട്ടിക്കുലർ പോയിന്റിലെ സ്ലോപ്പ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദർഫോർ ആ പർട്ടിക്കുലർ പോയിന്റിലെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ദർഫോർ ആ ഫംഗ്ഷന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് നമുക്ക് എവിടുന്ന് കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ അവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ ആയിരിക്കും. ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആയിരിക്കണം. ഇത് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് 0 ആകണമെങ്കിൽ ഇ റേസ് ടു മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എക്സ് ആണ്. ദർഫോർ ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? 2 ടൈംസ് അല്ല, ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ ഇ റേസ് ടു എക്സ് എന്ന് എഴുതുമ്പോൾ എന്തായിട്ട് മാറും? ഇ റേസ് ടു 2x ആയിട്ട് മാറും. ഇ റേസ് ടു 2x മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ദർഫോർ ഇ റേസ് ടു 2x ഈക്വൽ ടു എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ദർഫോർ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? നാച്ചുറൽ ലോഗരിതം ഓഫ് 1 ഡിവൈഡ് ബൈ 2 ആയിരിക്കും. നാച്ചുറൽ ലോഗരിതം ഓഫ് 1 എന്തായിരിക്കും? 0 ആയിരിക്കും. ദർഫോർ ഈ പർട്ടിക്കുലർ ഫംഗ്ഷനില് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂല് എക്സിന്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷന് ഒരു സിംഗിൾ ക്രിട്ടിക്കൽ പോയിന്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആ സിംഗിൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ആ ക്രിട്ടിക്കൽ പോയിന്റ്സിൽ ഫംഗ്ഷൻ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ വീണ്ടും എന്ത് കണ്ടുപിടിക്കും? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കും. ഓക്കെ, ആ എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ക്രിട്ടിക്കൽ പോയിന്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ലോക്കൽ മിനിമം ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് വീണ്ടും ഫൈൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ആയിട്ട് മാറും. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ആണ്. ദർഫോർ മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഇതിന്റെ വാല്യൂ ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് 1 ഈക്വൽ ടു 2 കിട്ടും. 2 ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ദർഫോർ നമുക്ക് പറയാം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 0 ദ ഫംഗ്ഷൻ അറ്റൈൻ എന്തായിരിക്കും? ദ ലോക്കൽ മിനിമം ആയിരിക്കും. ദർഫോർ the minimum value of f of x is equal to എന്തായിരിക്കും? The minimum value of f of x is equal to x-ന് പകരം 0 കൊടുത്താൽ മതി, which is equal to e raised to 0 plus e raised to minus of 0 അല്ലെങ്കിൽ 0 എന്ന് പറയാം. Therefore ആൻസർ എന്തായിരിക്കും? 1 plus 1 equal to 2 ആയിരിക്കും ആൻസർ. Therefore ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് ബൈ യൂസിങ് അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ മെത്തേഡ്. ഓൾവേസ് എനി ടു നമ്പേഴ്സ് എടുത്താൽ ഓൾവേസ് അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും. ഓൾവേസ് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എക്സ്പൊണൻഷ്യൽ പവർ എക്സ് പ്ലസ് എക്സ്പൊണൻഷ്യൽ പവർ മൈനസ് എക്സ് ആണ്. അതിനെ രണ്ട് ഫംഗ്ഷൻ ആയിട്ട് എടുത്താൽ അതിന്റെ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? ഇറേസ് ടു എക്സിന്റെയും ഇറേസ് ടു മൈനസ് എക്സിന്റെയും അരിത്തമെറ്റിക് മീൻ. നമുക്കറിയാം എയും ബിയും ആണ് ടു നമ്പേഴ്സ് എങ്കിൽ അരിത്തമെറ്റിക് മീൻ എന്തായിരിക്കും? എ പ്ലസ് ബി ഡിവൈഡ് ബൈ ടു ആയിരിക്കും. ഓക്കെ, therefore arithmetic mean of exponential x and exponential minus x equal to e raised to x plus e raised to minus x divided by 2 ആയിരിക്കും. അത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ആയിരിക്കണം. ഇഫ് എ ആൻഡ് ബി ആർ ടു നമ്പേഴ്സ് ആണെങ്കിൽ ജോമെട്രിക് മീൻ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് എ മൾട്ടിപ്ലൈഡ് വിത്ത് ബി ആയിരിക്കും. therefore ഇവിടെ e raised to x ഉം e raised to minus x ഉം ആണ്. therefore ജോമെട്രിക് മീൻ എന്തായിരിക്കും? e raised to x മൾട്ടിപ്ലൈഡ് വിത്ത് e raised to minus x അതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. e raised to x ഉം e raised to minus x മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. therefore നമുക്ക് പറയാം e raised to x plus e raised to minus x divided by 2 ഓൾവേസ് എന്തായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഇവിടെ 2 കൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പറയാം e raised to x plus e raised to minus x always greater than or equal to 1 multiplied with 2 equal to 2 ആയിരിക്കും. therefore e raised to x plus e raised to minus x greater than or equal to 2 ആണെങ്കിൽ മിനിമം വാല്യൂ ഓഫ് e raised to x plus e raised to minus x എന്തായിരിക്കും? 2 അല്ലെങ്കിൽ 2-നേക്കാളും ഗ്രേറ്റർ ആയതുകൊണ്ട് മിനിമം വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെ നമുക്ക് പറയാം ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. therefore കാൽക്കുലസ് മെത്തേഡിനേക്കാളും ഈ ക്വസ്റ്റ്യനില് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്? അരിത്തമെറ്റിക് മീൻ ജോമെട്രിക് മീൻ മെത്തേഡ് ആണ്. ആ മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടും ദ മിനിമം വാല്യൂ ഓഫ് ഫംഗ്ഷൻ e raised to x plus e raised to minus x is equal to 2 ആയിരിക്കും ആൻസർ.